ഇനി മൂക്ക് കുത്തണമെന്നാ പ്രസവിച്ചു വന്ന കൊച്ചിന് ഇപ്പോഴേ മൂക്ക് കുത്തണമെന്ന് ആഗ്രഹങ്ങൾ പറയണം. ശരണ്യയുടെ ആഗ്രഹം ആഹാ ശരണ്യയുടെ ആഗ്രഹങ്ങളൊക്കെ പറയുന്ന കേട്ടാ. കൂട്ടുകാരെ കണ്ട ദേ അമ്മ കലണ്ടർ നോക്കിയപ്പോൾ മകളും കൂടി ആ കൂടെ നിന്ന് കലണ്ടർ നോക്കുന്നു. ഇതെന്താണ് മേളിൽ കയറി നിന്നുണ്ട് നോക്കിയാണ് ദേ കണ്ട. ഇതെന്താണ് നാള് നോക്കുന്നത്? അങ്ങനെ വിഷു ആയിട്ട് ഒരു സന്തോഷ വാർത്ത കിട്ടി അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോകണ്ടേ ശരണ്യ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അവിടെ ചെല്ലുമ്പോ കുഞ്ഞുവാവേൻ കൂടെ അതിന്റെ കൂടെ കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് അവര് വരുക. അപ്പൊ അവർക്കെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കണ്ടായോ? ഇന്ന് കൊച്ചു വരികയാണല്ലേ? അപ്പൊ കൊച്ചിനെ എല്ലാവർക്കും കാണണ്ടായോ? അതെ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങള് ചിക്കൻ കറി വെച്ചു, ചക്കക്കുരുമരിക്കോട്ടി എല്ലാം റെഡിയാ. പിന്നെ മാങ്ങക്കറി. അവര് വരും മുമ്പ് ഇത്ര ഐറ്റം ചെയ്ത് വെക്കാൻ പോവുകയാണ് ശരണ്യ. ഇവിടെ പിന്നെ അമ്മയ്ക്ക് ചെറിയ കുറവുണ്ടല്ലേ നമ്മുടെ അമ്മയ്ക്ക്. എന്നാലും അമ്മ ഒന്നും ചെയ്യുന്നില്ല. അതെ അമ്മ കണ്ട അതെ ഇവിടെ ഇരിക്കുകയാണ്, എല്ലാം ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ശരണ്യ ചിക്കൻ കറി വെക്കാനുണ്ട്. പിന്നെ എന്നാക്കെയാണ്? മാങ്ങക്കറി ഉണ്ടോ? ആഹാ അതെ ആ പുറകെ ഇരിക്കുന്ന മാങ്ങായായിരിക്കും അല്ലേ? അച്ചാച്ചൻ കൊണ്ടുവന്ന്. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യതേ എന്നാണ് ചക്കക്കുരു മെഴുക്ക് വരട്ടി അടപ്പിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഗ്യാസിന്റെ ക്ഷാമം കാരണം അടപ്പിലാണ് വെക്കുന്നത്. നമ്മുടെ അടുത്തെ പോലെ മണ്ണിന്റെ അടിക്കൂടൊന്നും ഗ്യാസ് ഇങ്ങോട്ടൊന്നും ഇല്ല, പൈപ്പ് ലൈൻ ഇല്ല. അപ്പൊ നമ്മുടെ ചിക്കൻ കറി കൂടി ഒന്ന് കാണിച്ചു. ഞാൻ മഞ്ഞപ്പൊടി മസാല പരത്തി വെച്ച് അടുപ്പിലോട്ട് വെക്കട്ടെ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചിക്കൻ മഞ്ഞപ്പൊടി ഞാൻ പരത്തി വെച്ചേക്കുക. ഓരോ വെള്ളം ഇല്ലാതെ ഞാൻ ഓരോ കഷ്ണങ്ങൾ എടുത്തോണ്ടിരിക്കുക. അപ്പൊ കൂട്ടുകാരുടെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിയാപ്പുണ്ട്. അപ്പൊ നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ എടുത്താൽ മതി. അവരിപ്പം വിളിച്ച് അവരിപ്പം വരാൻ പോവാ. അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് റെഡിയാക്കണം. പെട്ടെന്ന് റെഡിയാക്കിക്കോ. അവരിത് ഇപ്പൊ എത്തും. അപ്പൊ മൊത്തം വെച്ചിട്ട് കാണിക്കാം. ശരണ്യ എന്താ എവിടം വരെ നമ്മുടെ പാചകങ്ങൾ? ചിക്കൻ ഞാൻ മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. ചിക്കന് വേണ്ടി അല്ലേ? ചിക്കന് വേണ്ടി. വേറെ വല്ല കറിയും വെച്ചാ? മാങ്ങാക്കറിയും വെച്ചാ? ഞാൻ വല്ലതും സഹായിക്കണം. എവിടെ മാങ്ങാക്കറി? അടിപൊളി മാങ്ങ. മാങ്ങയൊന്നും കണ്ടില്ലേ? പഴം മാങ്ങായല്ലേ? ആണല്ലേ? ആഹാ അടിപൊളി പഴം മാങ്ങായോണ്ട് പിന്നെ ഇനി ചിക്കൻ കറി കൂടി ആയാ മതിയല്ലേ? ചിക്കൻ കറിയും കൂടെ ആയാ മതി. പിന്നെ ഒരു പയറ് തോരൻ. അവരിപ്പ എത്തിയെന്നത് ഇപ്പോഴും വിളിച്ചതേ ഉള്ളു. കൂട്ടുകാരെ അങ്ങനെ അതെ കുഞ്ഞുവാവ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. രമാമ ഓടിയെത്തി. വന്നില്ല എവിടാ? ഇല്ലമ്മേ ഞങ്ങൾ വെറുതെ പറഞ്ഞതാ. ഇപ്പൊ ഇവിടെ പായിപ്പാട് വരെ എത്തിയെന്ന് പറഞ്ഞു. അതെ കുഞ്ഞുമായിട്ട് ഇതേ വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ട എല്ലാരും നോക്കി നിൽക്കുകയാണ് വരാനായിട്ട് കാത്തു നിന്നത്. ശരണ്യ ആദ്യം ഓടി. വന്നപ്പോഴേ ശരണ്യയുടെ കൈ കൊടുത്ത. എല്ലാരും കണ്ടോ? അതെ ഈ തുണി മാറ്റിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അച്ഛൻ അല്ലേ അകത്തോട്ട് കയറ്റിയാണോ? അതെ വാവേ ശ്രീനന്ദ കണ്ട മാമനെടുത്ത് ശ്രീനന്ദേന.
ചോറിന് വരുന്ന ഞാൻ. അങ്ങനെ നമ്മുടെ പാട്ടുകാരി മാമി, അയ്യോ നമ്മൾ കുഞ്ഞു വന്ന തിരക്കില് മാമിയുടെ കാര്യം പറയാൻ മറന്നുപോയി കേട്ടാ. മാമീനെ എല്ലാരും തിരക്കുമായിരുന്നു. ഒരു ഹായ് കൊടുത്തായിരുന്നു നമ്മുടെ കൂട്ടുകാർക്ക്. അപ്പോൾ നമ്മുടെ സന്ധ്യ ഒരു ഹായ് കൊടുത്ത്. അപ്പൊ വന്ന് കയറിയത് എല്ലാം അകത്താട്ട് കയറി. എന്നിട്ടും ബാക്കി വിശേഷം അങ്ങനെ വന്നതും ശരണ്യതേ കുഞ്ഞിനെ ആർക്കും കൊടുക്കുന്നില്ല. ശരണ്യ തന്നെ കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതെ അപ്പു കുഞ്ഞിന്റെ മാമൻ അതിന്റെ ഇടയ്ക്ക് മാമന്റെ കണ്ട നമ്മുടെ ഉണ്ണിക്കുട്ടനെയും കൂടി, അതായത് ശ്രീനന്ദനെയും കൂടി നോക്കണം. ഓ മാമിയുടെ അടിക്കലായിട്ട് പോയി ഉടനെ. അപ്പൊ അങ്ങനെ എല്ലാരും കൂടി അങ്ങനെ ഇന്നൊരു നല്ലൊരു അതെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത്രയോളം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് ചരണിക്ക് ഇനി ഒന്നും പറയാനില്ലല്ലേ, കാരണം